ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ദോശ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് നമുക്ക്. അതിനായി ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അത് 1/2 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം, അതുപോലെ മൈദപ്പൊടി എടുക്കാം. ഏതാണ് ഇഷ്ടം അതെടുക്കാം. അതുപോലെ ഇത്തിരി ഈസ്റ്റും വേണം. അത് ആ സ്പൂണിൽ കാണുന്നില്ലേ, അത്രമാത്രം 1 കപ്പിന് 1 കപ്പ് റവക്ക് മതിയാവുന്നതാണ്. ഇത് എല്ലാം കൂടി മിക്സിയിലിട്ട് നമുക്ക് കട്ടയൊന്നുമില്ലാതെ അടിച്ചെടുക്കണം. ഞാനിവിടെ റവയും അതുപോലെ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. അതും ഈസ്റ്റും കൂടി മിക്സിയിലിട്ടിട്ട് അതിനാവശ്യമായ വെള്ളം, എനിക്കിവിടെ 1.25 കപ്പ് വെള്ളം ഏകദേശം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അരച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ അതിലേക്ക് ഇനി വേണ്ടത് പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ മിക്സിയുടെ ജാറിൻ്റെ അടിയിലായിട്ട് നമ്മുടെ പൊടി കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വെള്ളമൊഴിച്ച് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചിലപ്പോൾ എല്ലാ പൊടിക്കും ഒരുപോലെ ആയിരിക്കില്ല വെള്ളം വേണ്ടത്. എനിക്കിവിടെ 1.25 കപ്പ് വെള്ളം ആവശ്യമുണ്ടായിട്ടുണ്ട്. ഞാനിത് അരച്ചെടുത്തുകൊണ്ടുവന്ന് ഒരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ ഈസ്റ്റ് ഇട്ടതല്ലേ, അതുകൊണ്ട് 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. പെട്ടെന്നൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ അരി കുതിർക്കാൻ മറന്നു പോയാലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. അതുപോലെ തിന്നാനും നല്ല ടേസ്റ്റിയാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ദോശ ചുട്ട് കാണിച്ചു തരാം. ദോശ ചുടാനായി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തവി കോരി ഒഴിച്ചു. അതുപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് കോരി ഒഴിച്ചിട്ട് മേലെ ഡോട്ട്സ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ടോപ്പ് വെച്ച് മൂടിക്കൊടുക്കാം. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മേൽഭാഗം വെന്തതായി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒഴിച്ച ദോശ ഇവിടെ വെന്തിട്ടിട്ടുണ്ട്. നോക്കി അതുപോലെ ഇളക്കിയെടുക്കാനും എളുപ്പമാണ്. ഒരു പണിയുമില്ല ഇത് ചുട്ടെടുക്കാനായിട്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മൾക്ക് നല്ലോണം മൊരിഞ്ഞ് തിന്നണമെങ്കിൽ അതും ചെയ്യാം. ഞാനിവിടെ അത്ര മൊരിക്കുന്നില്ല. ഇതാ നല്ല അതിൻ്റെ ഡോട്ട്സൊക്കെ നോക്കിയാൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. അതുപോലെ 10 മിനിറ്റ് മാത്രമേ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ മുഴുവൻ നമ്മുടെ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കുക. സിമ്പിളല്ലേ, നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ വേറൊരു സിമ്പിൾ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.